Hello all. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു നമുക്ക് അടുത്ത വീഡിയോയിൽ ബേസിക്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ എന്തിനാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ചെയ്യണതെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു എറർ ഉണ്ടാകുമ്പോൾ നമുക്ക് എറർ കുറയ്ക്കാനായിട്ട് ഒരു വഴി എന്ന് പറയുന്നത് ഒരുപാട് വാല്യൂസ് എടുക്കുന്നതാണ് നമ്മൾ പറഞ്ഞിരുന്നു ഇല്ലേ. A number of measurements of a quantity have data scattered around a central value. അപ്പം നമ്മൾ ഒരുപാട് പ്രാവശ്യം റീഡിംഗ് എടുക്കുന്ന സമയത്ത് ഇപ്പോൾ 5.1 വോൾട്ട് ആണ് നിങ്ങൾക്ക് കിട്ടേണ്ടത്. എല്ലാവരും റീഡ് ചെയ്യുമ്പോഴും 5.1 ഒന്നും ആയിരിക്കില്ല. ഒരാൾക്ക് 5.1 കിട്ടും, ഒരാൾക്ക് 5.2 കിട്ടും, വേറൊരാൾക്ക് 5 കിട്ടും. അങ്ങനെ കുറച്ച് മാറ്റങ്ങളുണ്ടാവും. ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ക്യാൻ ബി എംപ്ലോയ്ഡ് ടു റീച്ച് ദ ബെസ്റ്റ് അപ്രോക്സിമേഷൻ ടു ദ ട്രൂ വാല്യൂ ഓഫ് ദ ക്വാണ്ടിറ്റി. സോ വാട്ട് ക്യാൻ യു ഡു? We can have statistical tools can be employed to reach best approximation to the true value of the quantity. അതിൻ്റെ കറക്റ്റ് വാല്യൂ കിട്ടാനായിട്ട് ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഒരു ടൂളാണ് പറഞ്ഞിരിക്കുന്നത് അരിത്തമെറ്റിക് മീൻ. വാട്ട് യു മീൻ ബൈ അരിത്തമെറ്റിക് മീൻ? അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു 10 വാല്യൂ എടുത്തിട്ട് 10ൻ്റെയും കൂടെ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ അത് അരിത്തമെറ്റിക് മീൻ ആയി. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള കുറച്ചുകൂടി കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ കിട്ടും. അപ്പോൾ സോ വി ആർ ഹാവിങ് x1 x2 എക്സെട്ര അപ് ടു xn അത് n ഡിഫറെൻറ്റ് മെഷർമെൻറ്റ്സ് ഓഫ് ദ സെയിം ക്വാണ്ടിറ്റി. നമുക്കൊരു വോൾട്ടേജ് മെഷർ ചെയ്യണം. അപ്പോൾ നമ്മൾ ഒരു n റീഡിങ്സ് എടുത്തു. n റീഡിങ്സ് എടുക്കുന്നു, x1 x2 x3 എക്സെട്ര അപ് ടു xn എടുക്കും, കുറേ സാമ്പിൾസ് എടുക്കുന്നു. Most probable value from various observations of the value can be obtained using the arithmetic mean. ഇതിൽ ഏറ്റവും പോസിബിലിറ്റി ഉള്ള വാല്യൂ അല്ലെങ്കിൽ arithmetic mean x bar അല്ലെങ്കിൽ mu is equal to ഇതിന്റെ ആവറേജ് എടുത്താൽ മതി. That is x1 plus x2 plus etc up to xn divided by n. Or it can be given by 1 by n sigma I equal to 1 to n x of I. അല്ലേ, അപ്പോൾ ഐയുടെ വാല്യൂ എവിടെ തൊട്ട് എവിടെ വരെ മാറും? 1 തൊട്ട് n വരെ മാറിക്കൊണ്ടിരിക്കും. x1 x2 etc up to xn. പിന്നെ ആവറേജ് കിട്ടണമെങ്കിൽ ഡെഫിനറ്റ്ലി 10 പ്രാവശ്യം കൂട്ടി കഴിഞ്ഞാൽ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ആവറേജ് കിട്ടുള്ളൂ. ദാറ്റ് ഈസ് ദി അരിത്തമെറ്റിക് മീൻ. ഒരു മെത്തേഡ്, ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് അനുസരിച്ച് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ ഏറ്റവും ഓൾമോസ്റ്റ് കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ കിട്ടാനുള്ള ഒരു മെത്തേഡാണ് അരിത്തമെറ്റിക് മീൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് റേഞ്ച്. വാട്ട് യു മീൻ ബൈ ദ ടേം റേഞ്ച്? അപ്പം നമ്മൾ 5 വോൾട്ടാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. പക്ഷേ നമുക്കൊരു 4.8 തൊട്ടിട്ട് ഒരു 5.2 വരെ കിട്ടി. അതിൽ 4.8 തൊട്ടിട്ട് 5.2 വരെ കിട്ടി. അപ്പോൾ ആ ഡിഫറൻസിനെയാണ് നമ്മൾ റേഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റേഞ്ച് ഇസ് ദ ഡിഫറൻസ് ഓഫ് ദി ലാർജസ്റ്റ് ആൻഡ് ദ ലോവസ്റ്റ് വാല്യൂ ഓഫ് ദി സാമ്പിൾസ്. ഇറ്റ് ഈസ് ദി സിംപ്ലസ്റ്റ് മെഷർ ഓഫ് ഡിസ്പേർഷൻ. അതായത് 5 വോൾട്ടാണ് നമുക്ക് കിട്ടേണ്ടത്, പക്ഷേ നമുക്ക് 4.8 തൊട്ട് 5.2 വരെ കിട്ടി. അതായത് 0.4ന്റെ ഡിഫറൻസ് ഉണ്ടായി. അതാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? റേഞ്ച്. Range is the difference of the largest and the lowest value of the samples. 5.2 തൊട്ടിട്ട് 4.8 വരെയുള്ള ആ ഒരു റേഞ്ചിനെ, ആ ഒരു ബെൽറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റേഞ്ച് എന്ന് വിളിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഡീവിയേഷൻ. വാട്ട് യു മീൻ ബൈ ദ ടേം ഡീവിയേഷൻ? അപ്പം നമ്മൾ തൊട്ട് മുൻപ് നമ്മളൊരു ആവറേജ് വാല്യൂ മ്യൂ എന്ന് പറഞ്ഞ ഒരു ആവറേജ് വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇല്ലേ. അതായത് എത്രത്തോളം വ്യത്യാസം ഉണ്ട് നമുക്ക് കിട്ടിയ വാല്യൂ എന്നാണ് നമ്മൾ ഡീവിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡീവിയേഷൻ ഇസ് ദ ഡിപ്പാർച്ചർ ഫ്രം ദി അരിത്തമെറ്റിക് മീൻ ഓഫ് ദി സാമ്പിൾ. അതായത് എനിക്ക് കുറേ വാല്യൂസ് റീഡ് ചെയ്തു, എനിക്ക് 5.1 ആണ് മീൻ ആവറേജ് കിട്ടിയത് അല്ലെങ്കിൽ അരിത്തമെറ്റിക് മീൻ കിട്ടിയത്. എനിക്ക് പിന്നെ റീഡ് ചെയ്ത സമയത്ത് 5.2 കിട്ടി. അപ്പോൾ എന്താണ് ഡീവിയേഷൻ? ഡീവിയേഷൻ വിൽ ബി ഈക്വൽ ടു 5.2 മൈനസ് 5.1 അല്ലേ. അതായത് 0.1 ആണ് എനിക്ക് കിട്ടിയ ഡീവിയേഷൻ. ദാറ്റ് ഡീവിയേഷൻ ഇസ് ഗിവൺ ബൈ d is equal to 1 by n സിഗ്മ I equal to 1 to n di. അപ്പം നമ്മൾ എന്ത് ചെയ്തു? കുറേ വാല്യൂസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നിലെയും ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. That is equal to sigma 1 by n sigma I equal to 1 to n xi minus mu of mu. അതിൽ മ്യൂ എന്ന് പറയുന്നത് ആവറേജ് ആണ്, അല്ലെങ്കിൽ നമ്മൾ തൊട്ട് മുൻപത്തെ സ്ലൈഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മീൻ ആണ് നമ്മൾ എന്ത് ഉദ്ദേശിക്കുന്നത്? മ്യൂ എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ഡി ഐ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ എടുത്ത റീഡിങ്, ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ ഡീവിയേഷൻ. As average deviation will be 0, therefore the deviation is not suitable for measure of dispersion. എത്രത്തോളം വ്യത്യാസം വന്നു എന്ന് കണ്ടുപിടിക്കാനായിട്ട് ഡീവിയേഷൻ എന്ന് പറഞ്ഞ മെത്തേഡ് ചിലപ്പോൾ നമുക്ക് യൂസ്ഫുൾ ആയിരിക്കില്ല. ഓക്കെ, നെക്സ്റ്റ് ഇസ് വേരിയൻസ്. വേരിയൻസ് ഇസ് ദി ആവറേജ് ഓഫ് സ്ക്വയേർഡ് ഡീവിയേഷൻ ഓഫ് സാമ്പിൾസ് ഫ്രം ദ മീൻ. അപ്പം നമ്മൾ ഡീവിയേഷൻ കണ്ടുപിടിച്ചു, ഇനി വേരിയൻസ് കണ്ടുപിടിക്കുകയാണെങ്കിൽ വേരിയൻസ് ഇസ് ദി ആവറേജ് ഓഫ് സ്ക്വയേർഡ് ഡീവിയേഷൻ ഓഫ് സാമ്പിൾസ് ഫ്രം ദ മീൻ. സ്ക്വയേർഡ് ഡീവിയേഷൻ, ഈ ഡീവിയേഷനെ സ്ക്വയർ ചെയ്തിട്ട് അതിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് അതിനെ എന്ത് വിളിക്കാം? വേരിയൻസ് എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ, അടുത്തത് നമുക്ക് അതാണ് നമ്മൾ അടുത്ത് പറഞ്ഞ മെത്തേഡ്. ഇനി വേറൊരു കാര്യം എന്ന് പറയുന്നത് ഡിസ്പേർഷൻ അല്ലെങ്കിൽ സ്പ്രെഡ് അല്ലെങ്കിൽ സ്കാറ്റർ. സ്പ്രെഡ് ഓർ സ്കാറ്റർ ആണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഡിസ്പേർഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. The property which denotes the extent to which the samples are dispersed around a central value. ഈ സെൻട്രൽ വാല്യൂവിൻ്റെ അവിടുന്ന് എത്രത്തോളം വ്യത്യാസം വന്നു എന്നതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഡിസ്പേർഷൻ അല്ലെങ്കിൽ സ്പ്രെഡ് അല്ലെങ്കിൽ സ്കാറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ കേർവ് 1 നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമുക്ക് കിട്ടിയ ആവറേജ് മീൻ കേട്ടോ.
അപ്പോൾ ഇവിടെ നമുക്ക് 5 വോൾട്ടാണ് കിട്ടേണ്ടത്. ഇവിടെ നമുക്ക് സേ ഒരു 4.5 തൊട്ടിട്ട് അല്ലെങ്കിൽ ഒരു 4.7 തൊട്ടിട്ട് 5.3 വരെ വ്യത്യാസം വന്നിട്ടുള്ളൂ കേവ് 1. അപ്പോൾ അത് കുറച്ചും കൂടിയും പ്രിസൈസ് ആണ്. അതായത് 5 വോൾട്ടാണ് നമുക്ക് ആവറേജ് കിട്ടിയത്, പക്ഷേ ഇവിടെ 4.7 തൊട്ട് 5.3 വരെ വന്നു, ഒരു ചെറിയ ഡീവിയേഷൻ വന്നിട്ടുണ്ട്. അതാണ് ഈ കാണിച്ചിരിക്കുന്ന X1 ഉം X2 ഉം. ഒരു ചെറിയ സ്പ്രെഡ് ഉണ്ട്. പക്ഷേ X3 X4 നോക്കിക്കഴിഞ്ഞാൽ സ്പ്രെഡ് കുറച്ചും കൂടിയും കൂടുതലാണ്. അതായത് നമുക്കിവിടെ ഒരു 4 തൊട്ടിട്ട് 6 വരെ വ്യത്യാസം വന്നു എന്ന് വിചാരിക്കുക. 4 തൊട്ട് 6 വരെ വ്യത്യാസം വന്നു എന്ന് വിചാരിക്കുക. അതായത് സ്പ്രെഡ് ഭയങ്കര കൂടുതലാണ്. That is, data spreads in a range X3 to X4. The observations are more dispersed. അല്ലെങ്കിൽ ഒരുപാട് ഡീവിയേഷനിലാണ് കിടക്കുന്നത്. അതിൻ്റെ അർത്ഥം ഇത് അത്ര പ്രിസൈസ് ആയിരിക്കില്ല. ഈ കേവ് 1 ആയിരിക്കും കുറച്ചും കൂടി പ്രസിഷൻ കൂടുതൽ, കേവ് 2 പ്രസിഷൻ കുറവായിരിക്കും. അതാണ് ഡിസ്പേർഷൻ അല്ലെങ്കിൽ സ്പ്രെഡ് ഓർ സ്കാറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി വേരിയൻസ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇല്ലേ, ആവറേജ് ഓഫ് ദി സ്ക്വയർഡ് ഡീവിയേഷൻ ഓഫ് ദ സാമ്പിൾസ് ഫ്രം ദ മീൻ ആണെന്ന്. അത് ദാറ്റ് ഈസ് ഗിവൺ ബൈ വി ഈസ് ഈക്വൽ ടു 1/n സിഗ്മ ഐ ഈക്വൽ ടു 1 to n di സ്ക്വയർ. എന്താണ് വേരിയൻസ്? ഇസ് ദി ആവറേജ് ഓഫ് ദി സ്ക്വയർഡ് ഡീവിയേഷൻ ഓഫ് ദി സാമ്പിൾസ് ഫ്രം ദി മീൻ. വി ഈസ് ഈക്വൽ ടു 1/n സിഗ്മ ഐ ഈക്വൽ ടു 1 to n di സ്ക്വയർ. വാട്ട് ഇസ് മെൻ ബൈ ഡി ഐ? നമ്മളിവിടെ തൊട്ട് മുൻപ് 2 സ്ലൈഡ് മുൻപ് നമ്മൾ കണ്ടതാണ്. ഡി ഐ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഡി ഐ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്രത്തോളം ഡീവിയേഷൻ വന്നു, അതിന്റെ സ്ക്വയർ ആണ് ഇവിടെ എടുത്തിരിക്കുന്നത് അല്ലേ. 1 to n i to n di സ്ക്വയർ. അപ്പോൾ എന്താ പ്രത്യേകത വെച്ചാൽ നമ്മളിവിടെ സ്ക്വയർ എടുക്കുന്നതുകൊണ്ട് പ്ലസ് മൈനസ് തമ്മിൽ ക്യാൻസൽ ആയി പോവില്ല. മറ്റേ കേസിലെ ഒരു ഡീവിയേഷൻ, ഒരു പോസിറ്റീവ് ഡീവിയേഷൻ ഉണ്ടായിരിക്കാം, നെഗറ്റീവ് ഡീവിയേഷൻ ഉണ്ടായിരിക്കും. രണ്ടും കൂടെ ക്യുമുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ അത് 0 ആയി പോകും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്തു? 1/n സിഗ്മ ഐ ഈക്വൽ ടു 1 to n xi മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ. xi മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ. ഇവിടെ നമുക്ക് എന്തായിരുന്നു? xi മൈനസ് മ്യൂ ആയിരുന്നു. ഇവിടെ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വേരിയേഷൻ ചില സമയത്ത് പ്ലസ് ആവാം, ചില സമയത്ത് മൈനസ് ആവാം. അങ്ങനെ ഒരു വ്യത്യാസം വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 0 ആയി പോകും. പക്ഷേ സ്ക്വയർ ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവും? അത് നമുക്ക് ഒരിക്കലും 0 ആയി പോകുന്ന ഒരു ഇഷ്യൂ വരില്ല. ഓക്കെ, വേരിയൻസ് ഇസ് എ ഫൈനൈറ്റ് വാല്യൂ ആൻഡ് ഇസ് ഒക്കേഷണലി യൂസ്ഡ് ഫോർ റെപ്രസെന്റിംഗ് ഡിസ്പേർഷൻ. എത്രത്തോളം ഡിസ്പേർഷൻ എന്ന് കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് വേരിയൻസ്. നെക്സ്റ്റ് ഇസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. It is the square root of the averaged squared deviation of the samples from the mean. എന്താണ് averaged squared deviation of the samples from the mean? റെപ്രസെന്റ് ചെയ്യുന്നത് സിഗ്മ എന്ന ആൽഫബേറ്റ് ഉപയോഗിച്ചിട്ടാണ്. 1/n സിഗ്മ ഐ ഈക്വൽ ടു 1 to n di സ്ക്വയറിന്റെ സ്ക്വയർ റൂട്ട് ആണ് കണ്ടുപിടിക്കുന്നത്. ഇവിടെ നമ്മൾ വേരിയൻസ് കണ്ടുപിടിച്ചു, ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ഇതിന്റെ റൂട്ട് ആണ് കണ്ടുപിടിച്ചത്. അപ്പോൾ ഇതിന് തന്നെ നമ്മൾ എന്തിട്ടു? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ചെയ്ത സമയത്ത് ഇതിന് തന്നെ നമ്മൾ റൂട്ട് ഇട്ടു. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ വേരിയൻസിന്റെ സ്ക്വയർ റൂട്ട് ആയിരിക്കും ഈ പറയുന്ന സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇതൊക്കെ നിങ്ങൾ സ്കൂളിൽ ഒരു പക്ഷേ +2 നിങ്ങൾ അല്ലെങ്കിൽ സ്കൂൾ ക്ലാസ്സസിൽ നിങ്ങൾ 10th എത്രയിലാണെന്ന് അറിയില്ല, സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വേരിയൻസും ഒക്കെ നിങ്ങൾ സാധാരണ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഫണ്ടമെന്റൽസ് ആയിട്ട് പഠിക്കുന്ന കാര്യമാണ്. ഇതത്രയ്ക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, ജസ്റ്റ് ഇക്വേഷൻസ് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. നെക്സ്റ്റ് ഇസ് നോർമൽ ഓർ ഗോസിയൻ കർവ്. എന്താണ് ഈ നോർമൽ അല്ലെങ്കിൽ ഗോസിയൻ കർവ് എന്ന് ഉപയോഗിക്കുന്നത്? ഇറ്റ് ഈസ് സിമെട്രിക് അബൌട്ട് ദി അരിത്തമെറ്റിക് മീൻ. It is symmetric about the arithmetic mean and the area under the curve is 0. നമ്മൾ ഇങ്ങനെ ഒരു കർവ് വരച്ചു. അപ്പോൾ ഇത് എവിടെയാണ്? ഈ അരിത്തമെറ്റിക് മീനിന്റെ അവിടെ സിമെട്രിക്കൽ ആണ്. അതായത് പോസിറ്റീവ് പോർഷനിലും നെഗറ്റീവ് പോർഷനിലും ഒരേപോലെ ആയിരിക്കും വാല്യൂ അല്ലേ. അപ്പോൾ എന്തുണ്ടായിരിക്കും? ഈ കർവിന്റെ ഏരിയ നോക്കിക്കഴിഞ്ഞാൽ അത് 0 ആയിട്ട് കിട്ടും. Therefore, data is normalized to be 0 mean. Okay. Most of the natural events, measurements having some amount of randomness will follow the Gaussian curve. എന്തെങ്കിലും ഒരു ചെറിയ റാൻഡംനെസ് ഉണ്ടെങ്കിൽ അത് ഫോളോ ചെയ്ത് മിക്കവാറും ഗോസിയൻ കർവ് ആയിരിക്കും. അത് എത്രത്തോളം പ്രോബബിലിറ്റിയിൽ വരിക എന്നുള്ളതാണ് തന്നിരിക്കുന്നത്. y is equal to h by root of pi e raised to minus h square x square, where h is the precision index and x is the normalized value or the deviation. That is mu is equal to 0 വരുന്ന പോലെയാണ് നമ്മൾ എന്ത് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ നോർമൽ അല്ലെങ്കിൽ ഗോസിയൻ കർവ്. അപ്പോൾ ഈ ഗോസിയൻ കർവിന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് വിൽ ബി സിമെട്രിക്കൽ അബൌട്ട് ദി അരിത്തമെറ്റിക് മീൻ. അതായത് ഈ അരിത്തമെറ്റിക് മീനിന്റെ പോസിറ്റീവ് ഹാഫിലേക്ക് നോക്കിയാലും നെഗറ്റീവ് ഹാഫിലേക്ക് നോക്കിയാലും രണ്ട് സൈഡിലേക്കും ഒരേ വാല്യൂ തന്നെയാണ്, അല്ലെങ്കിൽ ഒരേ ബെൽറ്റ് തന്നെ ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരേ ഏരിയ തന്നെയാണ് ഉണ്ടാവുക. അതുകൊണ്ട് എന്തുണ്ടായിരിക്കും? ഇതിന്റെ ഏരിയ, കർവിന്റെ അടിയിലത്തെ ഏരിയ 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിന്റെ നോർമൽ അല്ലെങ്കിൽ ഗോസിയൻ കർവിന്റെ ഒരു റെപ്രസെന്റേഷൻ കൂടെ കാണിച്ചിട്ട് ഒരു റേഞ്ച് വെച്ചിട്ട് ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ, അത്രയ്ക്കും ഇമ്പോർട്ടന്റ് അല്ല. പ്രീവിയസ് ആയിട്ടുള്ള ഇത് കാണിക്കുക കേട്ടോ. അപ്പം നമ്മൾ ഏതൊക്കെയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് പറഞ്ഞിരിക്കുന്നത് ഇതുവരെ? ഒരു 3-4 സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് പറഞ്ഞു. ഒന്ന് എന്ത് പറഞ്ഞു? അരിത്തമെറ്റിക് മീൻ പറഞ്ഞു. പിന്നെ അതിനുശേഷം നമ്മൾ എന്ത് പറഞ്ഞു? റേഞ്ച് പറഞ്ഞു, ഡീവിയേഷൻ പറഞ്ഞു, വേരിയൻസ് പറഞ്ഞു, ഡിസ്പേർഷൻ പറഞ്ഞു, എത്രത്തോളം സ്പ്രെഡ് ഔട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യത്തിന് ഡിസ്പേർഷൻ പറഞ്ഞു, വേരിയൻസിന്റെ ഇക്വേഷൻ റെപ്രസെന്റ് ചെയ്യാനായിട്ട് വീണ്ടും പറഞ്ഞു, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പറഞ്ഞു, ഗോസിയൻ കർവ് പറഞ്ഞു. ഓക്കെ,
ഇനി നമുക്കുള്ളത് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ള ടോപ്പിക് സിലബസിനകത്ത് സ്പെസിഫിക് ആയിട്ട് ക്യാരക്ടറിസ്റ്റിക്സ് മെൻഷൻ ചെയ്യുന്നില്ല. പക്ഷേ നമുക്ക് അതൊന്ന് ജസ്റ്റ് നോക്കാം, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് പറയാം. സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സും ഉണ്ട്, ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സും ഉണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.